अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैराग्यसिद्ध्यर्थं ഭിക്ഷാം ദേഹി ച പാർവതി. ഓം ശ്രീ മാത്രേ നമഃ. അടുക്കളയിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെക്കാൻ പാടുണ്ടോ ആണ് പലരുടെയും സംശയം. അടുക്കള എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി വസിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും ശുദ്ധവും പവിത്രവുമായി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന സ്ഥലമാണ് അടുക്കള. ആ അന്നപൂർണേശ്വരിയുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അടുക്കള എന്ന് പറയുന്നത് വളരെ ശുദ്ധിയോടും ഭക്തിയോടും നമ്മൾ നടക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അടുക്കളയിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെക്കാനും അതുപോലെ തന്നെ ഇവിടെ വിളക്ക് കത്തിച്ച് വെക്കാനും ചില ചിട്ടവട്ടങ്ങൾ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഇത് നമുക്ക് നൽകുക. ഈ വീട്ടിലുള്ള ആളുകൾ മത്സ്യമാംസാദികളൊന്നും പാകം ചെയ്യാത്ത അടുക്കളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഭഗവതിയുടെ ഫോട്ടോ വെക്കാവുന്നതാണ്, വിളക്കും കത്തിച്ച് വെക്കാവുന്നതാണ്. എന്നാൽ മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഈ ഫോട്ടോ വെക്കുകയും വിളക്ക് കത്തിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത് അനർത്ഥമാണ്, ഭഗവതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭഗവതി പരിശുദ്ധമായ സ്ഥലത്താണ് ഇരിക്കേണ്ടുന്നത്. അങ്ങനെ പരിശുദ്ധമായ സ്ഥലത്ത് ഭഗവതിയെ വെച്ച് ആരാധിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവതിയുടെ കൃപാകടാക്ഷം കിട്ടുള്ളൂ. അതിനാണ് വീടുകളിൽ പൂജാമുറി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ശുദ്ധതയോടുകൂടി പോകുന്ന ആളുകൾക്ക് അടുക്കളയിൽ വെക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ല, മത്സ്യമാംസാദികളൊക്കെ പാകം ചെയ്യുന്ന അടുക്കളയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ വെക്കാതിരിക്കുകയും വിളക്ക് കത്തിക്കാതിരിക്കുകയുമാണ് ഉചിതം. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.